വേണ്ട ജൂലി. ജാക്കിക്ക് ഒന്നും ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നല്ലവരുടെ വാക്കുകൾ ജൂലി ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നത്. വേഗം വാ, ഇത് രക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോയേ പറ്റൂ. സോറി, ഈ തകർന്നു പോയ വീടിനും കൂടെ ചേർത്ത് ഞങ്ങൾ മ്യൂസിയത്തിൽ ചെന്നിട്ട് ചെക്ക് അയച്ചു തരാവേ. ഞാൻ പറയുന്നത് കേൾക്ക് ജാക്കി, അവര് ശരിക്കും നല്ലവരായിട്ട് മാറി. അവരെ നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കാം. സത്യത്തിൽ അവര് നമ്മളെ സഹായിച്ചു, അതും അവരുടെ സ്റ്റൈലിൽ തന്നെ. നല്ല കാര്യം അവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്കിളിന് ഒരിക്കലും ശല്യം ഉണ്ടാവില്ല. ഞാൻ ആഹാരം കഴിച്ച പാത്രം കഴിയേക്ക്. ആ 3 പേര് എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ 3 പേരും എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ആ അത്ഭുത വസ്തു മോഷ്ടിക്കാൻ വന്നത് നിങ്ങളാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പോഴെങ്കിലും സത്യം നിനക്ക് മനസ്സിലായല്ലോ. അതെ, ഞങ്ങള് വളരെ നല്ലവരാണ്. അതെ, ഞങ്ങള് മോശക്കാരായിരുന്ന സമയത്ത് ഇങ്ങനെ നല്ല കോസ്റ്റ്ലിയാ. എടാ, അതിന്റെ സൈസ് നിങ്ങൾ കണ്ടായിരുന്നു? എത്ര വലുതാ. അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനും നന്നായി കലക്കിയനെ. എന്നാ നമ്മള് നല്ലവരായി മാറിയില്ലേ? അപ്പൊ നല്ലവരല്ലേ? ഇത് നമ്മൾ ചെയ്യുന്ന അവസാനത്തെ മോഷണം ആകട്ടെ. അതിനുശേഷം നമുക്ക് നല്ലവരായിട്ട് മാറാം. ജാക്കി, സോറി മോനെ. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ശരി, ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് ഞങ്ങൾ പോട്ടെ. വളരെ നന്ദിയുണ്ട് ജാക്കി, നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. എന്നാ ഒരു കാര്യം പറഞ്ഞു തരാൻ മറന്നുപോയി. അങ്ങനെയാണോ? അതെന്താണെന്നൊന്ന് പറയാമോ? നല്ലവരായിരിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ എത്ര നാളത്തേക്ക് പറഞ്ഞില്ലല്ലോ. അവരെ വിശ്വസിക്കാൻ പാടില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ നല്ലവരല്ലേ? ഇത് വിറ്റ ഉടനെ നമുക്ക് കോടീശ്വരന്മാരാകാം. ആ, ഇനി നമ്മൾ എതിർക്കാൻ ആളേ ഇല്ലടാ. അതിനു വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മര്യാദയ്ക്ക് അത് തന്നിട്ട് വന്ന വഴിക്ക് ഓടിപ്പോക്കോണം, മനസ്സിലായോ? കാർട്ടൂൺ പോലെ ഉണ്ടായിട്ട് ഞങ്ങളെ വേർട്ടുന്നോടാ. സർക്കസിലെ കോമാളിയാണോ നിങ്ങള്? എടാ, നോക്കുമ്പോ ഞാൻ കാർട്ടൂൺ മാതിരി ആയിരിക്കുന്നെങ്കിലും അടി വരുമ്പോ ഉണ്ടല്ലോ നീ ഓടും, മനസ്സിലായോ? അയ്യോ, ഞങ്ങളെ കണ്ടിട്ട് കാർട്ടൂൺ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നിന്റെ നിലപാടൊന്ന് നോക്കടാ. എടാ, നമുക്ക് നല്ലവരായിട്ട് ഇരുന്നാ മതിയായിരുന്നു. ഞാൻ സാധാരണ പിസ്സ വിൽക്കുന്ന ഒരു പയ്യനാ. എനിക്ക് അപ്പോഴേ ഉണ്ടായിരുന്നൊരു സംശയം. ഒരു ദിവസം രാത്രിയിൽ ഞാൻ പിസ്സ വിൽക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴറിഞ്ഞത് ഓർഡർ ചെയ്ത ഒരു മന്ത്രവാദിയാണെന്ന്. വെറും കഞ്ഞി, ഒരു ടിപ്സ് പോലും തന്നില്ല. എന്നാൽ അതിന് പകരം പറക്കുന്ന ഷാവലിംഗ് ടെമ്പിളിനെ കുറിച്ച് അയാൾ എനിക്ക് പറഞ്ഞു തന്നു. ആ ഷാവലിംഗ് ടെമ്പിളുള്ള മാസ്റ്റർ എനിക്ക് അടവുകൾ പഠിപ്പിച്ചു തന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയതൊന്ന്, എന്നാൽ അവിടെ നടന്നത് മറ്റൊന്ന്. ആ മൊട്ട സമാധാനത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു. എനിക്ക് ഉടനെ ദേഷ്യം വന്നു. കൊടുത്തു അവനിട്ടൊരു ചവിട്ട്. പിന്നീട് എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുമോ? അവരെന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാനിങ്ങ് പോന്നു. ആ മൊട്ടയോട് എനിക്ക് പ്രതികാരം ചെയ്യണം, എന്നാൽ അതിനുള്ള ശക്തി എനിക്കില്ല. ഞങ്ങളെ കഴിച്ചു വിടുകയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാലോ. നീ എന്ത് പറയുന്നു രാജപ്പ? അതെ, ഞങ്ങള് വളരെ നല്ലവരാണ്. നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകുമ്പോ അവിടെ എന്തായാലും അടി നടക്കും. അപ്പൊ ഈ സാധനം അങ്ങോട്ട് കൊണ്ടുപോയി നശിപ്പിക്കണോ? ആ, അത് ശരിയാ. ഇവിടെ തന്നെ വെച്ചേക്ക്, ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം. എനിക്കറിയാം അവിടെ വിഡ്ഢി. ഈ അത്ഭുതമായ കല്ലിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അഴിച്ചുവിട്ടാൽ എന്നെ സഹായിക്കാവുന്നല്ലേ പറഞ്ഞത്? അഴിച്ചു വിടുവാ, ഒന്ന് ചെയ്യടാ. അയ്യോ, ഞങ്ങളെ വിടണേ. അയ്യോ, ഞങ്ങള് നല്ലവരാണ്. സത്യമാണ്. അയ്യോ, എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടും. എന്നെ ചതിക്കാൻ നോക്കിയാ ഉണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. എല്ലാ സിഗ്നലും ഇപ്പോൾ ഒരേ സ്ഥലത്താണുള്ളത്. ഇപ്പോൾ നിങ്ങളുള്ള സ്ഥലവും അവരുള്ള സ്ഥലവും ഒന്ന് തന്നെയാണ്. ബി കെയർഫുൾ. വന്നല്ലോ. ഞങ്ങളെ ഒന്ന് ഇറക്കി വിട്ടാൽ ആ കല്ല് കണ്ടുപിടിക്കാൻ ഞങ്ങൾ സഹായിക്കാം.